ഞങ്ങളവിടെ ഞങ്ങളുടെ നിയോജകമണ്ഡലമാണ്, ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഞങ്ങൾ തോറ്റത്. ആ പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം മാറി അൻവർ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അവിടെ UDF സ്ഥാനാർത്ഥി ആരായാലും PV അൻവർ അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പൂർണ്ണമായ പിന്തുണ UDF സ്ഥാനാർത്ഥികൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം നൽകിയ പിന്തുണ അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ട്. ഏത് UDF സ്ഥാനാർത്ഥി വന്നാലും പിന്തുണയ്ക്കുമെന്ന് അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കുറെ നാളായില്ല, 3-4 കൊല്ലമായില്ല ED അന്വേഷിക്കാൻ പോയിട്ട്. ആ തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ED പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് വാർത്ത വന്നിട്ട് അത് ആ ഇലക്ഷന് വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ്. ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം. 3-4 കൊല്ലമായിട്ട് ED അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് 10-400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ. എന്താ ധാരണ പുറത്താണ്? ധാരണ കുഴൽപ്പണ കേസ് അല്ല. ED കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഴൽപ്പണ കേസും മറ്റും തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാക്കിയതുപോലുള്ള ധാരണയാണ് കരുവന്നൂരിൽ. കഴുത്തിൽ പിടി മുറുക്കിയിട്ട് കുറേ കൊല്ലമായി, സാധനം അങ്ങോട്ട് വന്നില്ല പിടി. അത് 3 ലക്ഷം രൂപയുടെ ഷൂ ഞാൻ ഇട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത്. ഞാനൊരു കാര്യം ചെയ്യാൻ പോകും. അത് CPM ഹാൻഡിലുകളാണ് പ്രചരിപ്പിച്ചത്. അപ്പോൾ അത് ഏത് CPM-കാരൻ അത് പ്രചരിപ്പിക്കാൻ വന്നാലും ഞാൻ ഒരു 5000 രൂപയ്ക്ക് ആ ഷൂ തന്നേക്കാം. 3 ലക്ഷം രൂപയുടെ ഷൂ ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുമോ? 5000 രൂപയുടെ ഷൂ തന്നേക്കാം. ആ ഷൂവിന് 9,000 ചില്ലാൻ രൂപയാണ് ആ ഷൂവിന്. അത് പുറത്ത് അതിനേക്കാൾ വില കുറവാണ്. 70 പൗണ്ട് വിലയ്ക്ക് അത്. അതായത് നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ മോശം ഒരു ഷൂ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കാല് മുഴുവൻ ഇതായി. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് എനിക്ക് ലണ്ടനിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന ഷൂ ആണ്. 70 പൗണ്ടാണ് അതിൻ്റെ വില. ഇപ്പോൾ ഞാൻ 2 കൊല്ലം ഉപയോഗിച്ചു. അതുകൊണ്ട് അതിൻ്റെ വേറെ ടയറൊക്കെ കളഞ്ഞിട്ട് ഒരു 5000 രൂപ വന്നു കഴിഞ്ഞാൽ ഈ 3 ലക്ഷം രൂപയുടെ ഷൂ ഫ്രീ ആയിട്ട് തന്നേക്കും. 5000 വേണേൽ ബാർഗെയിൻ കൂടെ കുറച്ചും തന്നേക്കാം 5000-ന്. എന്നാലും എനിക്ക് ലാഭമാണ്. കേരളോത്സവത്തിൽ കഴിഞ്ഞ ദിവസം ഒരു ടാബ്ലോ, അതിന്റെ ഘോഷയാത്രയുടെ ടാബ്ലോ വിവാദമാവുന്നത്. അതായത് ശൈശവ വിവാഹത്തിനെതിരായിട്ടുള്ള ഒരു ടാബ്ലോയിൽ മുസ്ലിം പുരോഹിതനും ഒരു ചെറിയ ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നോക്കിയിട്ട് ഞാൻ അത് പ്രതികരിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ സമുദായത്തിലും നടക്കുന്നു. അല്ലല്ല, അതുമായി അങ്ങനെയാണെങ്കിൽ ഒരുപാട് പേർക്ക് കൊടുക്കണം. BJP നേതാക്കന്മാർക്ക് കൊടുത്തിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഞാൻ വളരെ സിമ്പിളായിട്ട് പാതി വില തട്ടിപ്പിൽ ഏറ്റവും അറിഞ്ഞാണോ അറിയാതെയാണെന്ന് ഞാൻ അവർ പ്രതികളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതൊരു ശരിയായ കാര്യമാണെന്ന് വിചാരിച്ചിട്ടാണ് പലരും ഇതിൻ്റെ അകത്ത് പങ്കാളികളായത്. അപ്പോൾ അത് ഒരു നല്ല കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് ഇത് കണ്ടിട്ട് ആവേശത്തോടു കൂടി ചാടി പുറപ്പെട്ടാണ് പല ആളുകളും. അപ്പോൾ ഒരുപാട് BJP നേതാക്കളുണ്ടല്ലോ, അവർക്കെതിരെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ഇടുക്കി MP ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു ഏജൻസിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതിൽ പങ്കെടുത്ത എല്ലാവരും ഇത് ആരെയാണ് പിടിക്കേണ്ടത്? തട്ടിപ്പുകാരെയാണ് പിടിക്കേണ്ടത്. ചീറ്റ് ചെയ്ത ആളുകൾ, ചീറ്റിംഗ് ആണ് പിടിക്കേണ്ടത്. സതുദ്ദേശത്തോടു കൂടി പാതി വിലയ്ക്ക് ആളുകൾക്ക് സാധനം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞവരെങ്ങനെ പ്രതികളാവുന്നത്? അതൊക്കെ നിയമപരമായി ഞങ്ങൾ നേരിടും. ഈ മറ്റൊരു കാര്യം, മലയാളികൾ തൊഴിൽ ചൂഷണവുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പുറത്തു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് പേരുമായി ബന്ധപ്പെട്ട് വീണ്ടും വാർത്തകൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട ദുരൂഹമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. പോലീസ് അത് കൃത്യമായിട്ട് അന്വേഷിച്ച് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവർ ഫോട്ടോ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അന്വേഷിക്കണം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ്. ഒരു തൊഴിലാളിയെ പറ്റിയ പോലെ കഴുത്തിൽ ബെൽറ്റിട്ട് 4 കാല് നടത്തിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിന് മുഴുവൻ അപമാനകരമായ കാര്യമാണ്.